ഹല്ലേലൂയ. ഞാൻ 1996 യേശുവിലേക്ക് വരുന്നത്. യേശുവിലേക്ക് വന്നിട്ട് ഈശോനെ എങ്ങനെ ആരാധിക്കണ്ടേ ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനപ്പോൾ അങ്ങനെ ഓരോ ബസ്സിലിരിക്കുമ്പോൾ റോട്ടിലൂടെ കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇടനെഞ്ചിലിരിക്കുന്ന കനലിൻ്റെ ചൂടേറ്റ് എന്ന പാട്ട് ഞാൻ എഴുതുന്നത്. പാട്ട് എഴുതുകയല്ല ചെയ്തത്, സത്യത്തിൽ അവിടെ നിന്ന് പാടുക ചെയ്തത്. പാടിയപ്പോൾ റാണി ചേച്ചി പള്ളിയിൽ നിന്ന് വന്നു. അപ്പോൾ ചോദിച്ചു ഇവിടെ ആരാ പാട്ട് പാടിയ ആളാരെന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ജോൺ ചേട്ടൻ പറഞ്ഞത് ആ ചെക്കൻ അവിടെ നിന്ന് പാടിയിരുന്നു. അപ്പോൾ എന്നിട്ട് എന്നെ റാണി ചേച്ചി വിളിച്ചു, അവിടെ വീട്ടിലേക്ക് വിളിച്ചു, എന്നെ കേക്ക് മുറിച്ച് തന്നു, ചായ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തു. ഈ പാട്ടാണ് ഞാൻ അവിടെ നിന്ന് പാടിയത്. അത് പാടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിയോഗങ്ങൾ എഴുതി വയ്ക്കാൻ വേണ്ടി കടലാസെടുത്താണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഓരോ നേരം പറഞ്ഞ പ്രാർത്ഥന ആൾക്കാർ ചൊല്ലുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് 3 ട്രിപ്പ് ജപമാല ചൊല്ലിപ്പോയി അങ്ങനെ. അപ്പോൾ എനിക്ക് പാടാൻ പറ്റിയില്ല, പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയില്ല, കൊന്ത ചൊല്ലാൻ പറ്റിയില്ല. അപ്പം ഞാൻ അമ്മോട് പറയുകയാണ്, എൻ്റെ അമ്മേ എൻ്റെ ഓരോ തുള്ളി, എൻ്റെ നെഞ്ഞ് അത്ര അധികം കിടന്ന് കത്തിപ്പോകുക, എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ നന്മ നിറഞ്ഞ മറിയുന്ന എന്ന് പ്രാർത്ഥനയായിട്ട് അമ്മ സ്വീകരിക്കണം. അതാണ് ഞാൻ തരുന്ന അമ്മയ്ക്ക് തരുന്ന ജപമാല. ഇത് അമ്മ സ്വീകരിക്കണം. എൻ്റെ അമ്മ ജീവിച്ചിരിക്കണ്ടായിരുന്നെങ്കിൽ ഒരു മുറം നെയ്തിട്ട് കിട്ടുന്ന ഒരു 20 രൂപയെങ്കിലും തന്നിട്ട് എന്നെ സഹായിക്കില്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് നിയോഗങ്ങൾ എഴുതിയിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കടലാസ് എടുത്തതാണ്. ആ കടലാസിൽ നിയോഗം എഴുതി തുടങ്ങുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതണത് ഇടനെഞ്ചിൽ എഴുതുക. അത് എഴുതുമ്പോൾ തന്നെ പാടിക്കൊണ്ടാണ് എഴുതണത്. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ. അങ്ങനെ 4 പേര് എഴുതി കഴിഞ്ഞു. അമ്മയിൽ നിൽക്കാൻ ഞാൻ പുറത്തൊരിക്കും 53 മണി ജപമാല. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടോ റാണി ചേച്ചിയുടെ പണ്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ആ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ണീരിൽ കനിയുന്ന അമ്മ എന്ന്. അങ്ങനെ കണ്ണീരിൽ കരിയുന്ന അമ്മ എന്ന് എഴുതി വെച്ചത്. അതെൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ണിൽ കണ്ടത്. കണ്ണീരിൽ കരിയുന്ന ഒരമ്മയല്ലേ ഹൃദയത്തിന് ആശ്വാസഗീതമല്ലേ. ഹൃദയേശ്വരൻ, നിങ്ങളെ യേശുവിനെ കർത്താവായി നിങ്ങളെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പം എൻ്റെ ഹൃദയേശ്വരൻ ആരാണ്? ഹൃദയേശ്വരനാം നിൻ മകൻ എൻ കൈകളിൽ നൽകിയൊരമ്മയല്ലേ. അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായി ഞാൻ നിനക്കേകുന്ന ജപമാല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിൻ്റെ വചനമാണത്. ആകാശം ഭൂമി വേറെ അവിടുത്തെ വചനത്തിന് മാറ്റില്ല. യേശു പറഞ്ഞു, ഓ എൻ്റെ പൊന്നു മോനെ സോറിടാ എന്ന് പറയുക വീണ്ടും വരുമ്പോൾ. എന്തിനു സോറി പറയണേ? ഞാൻ അന്ന് ആ കുരിശിൽ കിടന്നിട്ട് ആ മരണ വെപ്രാളത്തിൻ്റെ ഇടയിൽ ഞാൻ മരണത്തിനെ എടുത്തു എൻ്റെ കയ്യിൽ ഇതാ നിൻ്റെ അമ്മ എന്ന് വന്ന് പറഞ്ഞില്ലേ. അത് ഏളാമ്മയണ്ട, അമ്മയല്ല, ഞാൻ തെറ്റി പറഞ്ഞതാ. അങ്ങനെ പറയുമോ ഇനി? ആ കുരിശുമ്മ എഴുതി വെച്ചത് തന്നെ അങ്ങനെ തന്നെയായി. അതുപോലെ യേശു പറഞ്ഞ വാക്കുകൾക്ക് മാറ്റില്ലേ. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീണ്ടും വരുന്ന സമയത്ത് ഞാൻ നിനക്കൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നില്ലടാ, അതെവിടെയാന്ന് ചോദിച്ചപ്പോൾ എന്തോന്ന് പറയും? വിശ്വസിക്കുന്നവർക്ക് പറയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അമ്മയെ എന്ന് വിളിച്ചാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുന്നത്. കാരണം അവരിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ മറിയം. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ പറയും, ആൾക്കാരെല്ലാവരും പറയാറുണ്ട്, മാതാവിനെ 10 പ്രാവശ്യം നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുമ്പോൾ ഓറാശല്ലേ സ്വർഗസ്വനായി പറയണേ. അപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണോ വലുത്? സഭയുണ്ടാക്കിയ പ്രാർത്ഥനയാണോ വലുത്? നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്നുള്ളത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നല്ലേ. പിന്നെ നന്മ നിറഞ്ഞവളെന്ന് അങ്ങനെ എഴുതിക്കുന്നത്. ഏതാവട്ടെ മാതാവിനെ പുകഴ്വാക്ക് പറയണത് ഭാഗമല്ലേ അത്. നന്മ നിറഞ്ഞാന്ന് പറഞ്ഞാലും ദൈവകൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞാലും മാതാവിനെ താറ്റി കേട്ടല്ലോ ചെയ്യണേ, പുകഴ്ത്തി പറയല്ലേ ചെയ്യണേ. സുഭാഷിത പുസ്തകം 31:26. അവളുടെ മക്കൾ അവൾ വാ തുറന്ന ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. പിന്നെ 28ാമത്തെ വാക്യം, അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പുകഴ്ത്തുന്നു. ഇതല്ലേ ചെയ്യണുള്ള, നമ്മളിതല്ലേ ചെയ്യണേ, അതിൽ വേറൊന്നും പറയണില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമേന്ന് ചൊല്ലുമ്പോൾ സ്വർഗസ്വനായ ചൊല്ലി ഈ ജപമാല ചൊല്ലുന്നത് എന്തിനാന്നുള്ള വല്ല ബോധ്യമുണ്ടോ? 10 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലുമ്പോൾ 1 പ്രാവശ്യമല്ലേ സ്വർഗസ്വനായ ചൊല്ലണുള്ളൂ നമ്മൾ പറയണേ. ഈ ജപമാല എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള വല്ല ബോധ്യമുള്ളവർ ഇത് ജപമാല ചൊല്ലാണ്ടിരിക്കുകയോ? പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ സ്തുതിക്കായിട്ടുള്ളതാണ് ഈ ജപമാല അർപ്പിക്കണത്. അല്ലാണ്ട് യേശുവിനെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടാണ്
അമ്മയായ മറിയത്തോട് കൂടെ കണ്ടിട്ടാണ് നമ്മൾ ഈശോനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. സദാ നമ്മൾ യേശുവിനെ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യണവർ നമ്മൾ. അത് പരിശുദ്ധ ആരംഭത്തിലേ തന്നെ അവരമ്മയായ മറിയത്തോട് കൂടെ കണ്ട് ഈശോനെ ആരാധിച്ചു. ഇനി കുരിശിൽ കിടന്ന് മരിക്കണ നേരത്തും അമ്മയായ മറിയത്തോട് കൂടെ കണ്ടിട്ട് തന്നെയാണ് ആ പാടുപെടുന്ന ആ ത്യാഗമായിട്ട് ആ ബലിയായി തീരുന്ന ഈശോയെ നമ്മൾ ആരാധിക്കുന്നതും അമ്മയായ മറിയത്തോട് കൂടെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ അമ്മയായ മറിയത്തിന് 10 പ്രാവശ്യം സ്തുതിക്കായിട്ട് ഈ ഓരോ നന്മ മറിയമേ ചൊല്ലുമ്പോൾ ഈ 10 പ്രാവശ്യം അമ്മയോട് കൂടെയാണ് യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണേ. അല്ലാണ്ട് ഒരു പ്രാവശ്യം യേശുവിനെയും 10 പ്രാവശ്യം അമ്മേനെയും അല്ല. 10 പ്രാവശ്യവും നന്മ നിറഞ്ഞു പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഈശോയെ ഗർഭം ധരിക്കാൻ പോകുന്ന ദൈവദൂതൻ അറിയിച്ച വാക്ക് തൊട്ട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയെന്ന് മനസ്സിലായിട്ട്. അവൻ നമ്മൾ പാപിയായിരിക്കാൻ നമുക്ക് വേണ്ടി അവൻ മരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പം നമ്മൾ മരിക്കുക മാത്രമല്ല, ഒരു ഉയർപ്പും നമുക്കുണ്ട്. അന്ന് കുരിശിൻ്റെ ചോട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ആകെ ഒരെണ്ണം ഇവിടെ അമ്മ തന്നെയാണ്. മറ്റുള്ളവർക്ക് ആകെ അങ്കലാപ്പടിച്ച് നടക്കായിരുന്നു. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി, കാരണം നമ്മളൊക്കെ മരിക്കപ്പെടുമ്പോഴൊക്കെ ഇനിയും ഒരു ഉയർപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് മരിക്കണേ. അപ്പം ആ കുരിശിൻ്റെ ചോട്ടിൽ നമ്മൾ ബലിയാണ്, ദൈവത്തിന് അർപ്പിക്കുന്ന സജീവ ബലി അർപ്പിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പം നമ്മൾ മരിച്ചാലും നമുക്കൊരു ഉയർപ്പുണ്ട്. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമ്മയാണ്. അപ്പോൾ യേശു ക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തു, വീണ്ടും വരും എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലൂടെ. ഇതിന് വല്ല ബോധ്യം വേണ്ടേ? എന്നിട്ട് ആരെങ്കിലും പൊട്ടിച്ച പടക്കത്തെ ഇംഗ്ലണ്ടിൽ പടക്കം പൊട്ടിച്ചാൽ ഇവിടെ ഇരുന്ന് ഞെട്ടുക എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ അവിടെ ഇവിടെ ഓരോന്നും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഭയപ്പെടുന്നു. അപ്പം ശരിയായി ബോധ്യമുള്ളവർക്ക് അതെന്താണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. നമ്മൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഓരോ വീട്ടുകളിൽ പണിക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ചുരുക്കം പറഞ്ഞാൽ ഒരു ഞങ്ങളോട് മിനിറ്റിന് പറയുന്നത് പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. കാരണം എൻ്റെ ഒരു കസിൻ സഹോദരിയാണ്. ആ സഹോദരിയുടെ മകളെ കെട്ടിയിരിക്കുന്നത് ഒരു പാരമ്പര്യ പഴയ ക്രിസ്ത്യാനികളാണ്. നല്ല മക്കളാണ്, നല്ല സ്വഭാവമാണ്. അവരെ പണ്ടേ ഞാൻ അറിയുന്നവരാണ്. അവർ നല്ല മാനവും മര്യാദയുള്ളവരാണ്. എനിക്ക് നന്നായി അറിയാം. എൻ്റെ ഇവരെക്കാൾ മുമ്പ് മറ്റൊരു എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് എനിക്ക് അവർ നന്നായി അറിയാം. ഒരു അലമ്പോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു സമൂഹം, നല്ലൊരു ഇതായിട്ട് നന്നായി ജീവിക്കുന്നവരാണ് അവർ. അങ്ങനൊരു പരിപാടി ഉണ്ടായപ്പോൾ കൊച്ചിൻ്റെ മനസ്സമ്മതോ മാമൂസ് എന്തൊരു സംഗതി ഉണ്ടായപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ അവരെന്നെ സീക്രട്ടായിട്ട് വിളിച്ചിട്ട് അല്പം മദ്യം തരാനായിട്ട് അവർ വളരെയധികം സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ചു. കാരണം സാധാരണ നാട്ടിൽ നിന്നപ്പോൾ അവർ ചെയ്തത് വലിയൊരു അപരാധമായിട്ട് വിശ്വാസികൾ ചിലപ്പോൾ പറഞ്ഞത് വരും. പക്ഷേ എനിക്കതൊരു മഹാപരാധമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് നാട്ടിൽ നടപ്പാണ് അവർ ചെയ്തത്. അവർ ഈ നാട്ടിൽ എന്താണ് സാധാരണ ഒരു ജനമുള്ള വീട്ടിൽ സാധാരണ എന്തൊരു സംഗതി ഉണ്ടായാലും എന്താ ഉണ്ടാവാറ്, അതിനെ അവർ ചെയ്തിട്ടുള്ള. അല്ലാണ്ട് അവർ മാത്രം സ്പെഷ്യലായിട്ട് അങ്ങനെ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു, അവർ ചെയ്ത് വലിയ തെറ്റ് എന്നെനിക്ക് പറയാൻ തോന്നിയില്ല. എന്നാൽ കാരണം നാടോടുമ്പോൾ നടുവ് ഓടണം എന്നല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന റോമാക്കാർക്ക് എഴുതിയിട്ടുള്ള റോമ 12 തൊട്ട് ഇങ്ങനെ വായിച്ചു വന്നാൽ അറിയാം, കാണാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എനിക്ക് അവരോട് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. മറ്റു സഹോദരിക്ക് വിഷമമായിരുന്നു. അയ്യോ ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, എന്താ വിചാരിക്കാമെന്ന്. ഞാൻ അവരോട് ഇപ്പോഴും ഞാൻ അഭിമാനത്തോടു കൂടെ പറയണത്, നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ മര്യാദയാണ്. നിങ്ങൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആതിഥ്യ മര്യാദ എന്ന പോലെ നിങ്ങളത് ചെയ്തു. ഈ മദ്യം കൊടുക്കണ്ടേ എന്നുള്ളതിന് അവരല്ല, മറ്റു പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നെയൊക്കെ ജാതിയിൽ ഈ കഴുത്തി കാട്ടുന്ന ആൾക്കാർ. അപ്പം ഞാൻ മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവരെന്നോട് പറയുക, കാനാല കല്യാണത്തിന് ഡാ അങ്ങനെ വിളിക്കാന്നെ ഡാ ഈ കാനാലത്തിന് നീ വലിയ ബൈബിൾ പറയണമല്ലേ, കാനാല കല്യാണത്തിന് യേശുവും മാതാവും കൂടിയിട്ട് എന്നിട്ട് ചെയ്തേ അതിന് മദ്യം വിളമ്പിയ. മനസ്സിലായിട്ടോ? ക്രിസ്ത്യാനി എനിക്ക് പറഞ്ഞു തരുന്നതാണ്. കാനാല കല്യാണത്തിന് അവിടെ മദ്യം വിളമ്പി, യേശുവും അമ്മയും കൂടിയിട്ടല്ലേ അത് ചെയ്തത്. അതുകൊണ്ട് ഇത്തിരി മദ്യം ഒരു വേഗടവും ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞു തരുന്നു. നീ ഇന്നലെ വന്നാൽ നീയാണോ ഇപ്പം ഞങ്ങളതിനെ പഠിപ്പിക്കണേ? ഞങ്ങൾക്കിത് പണ്ടേ അറിയാം. നീ ഈ ഭാഗം വായിച്ചിട്ടുണ്ടാ? കാനാല കല്യാണം നീ വായിച്ചിട്ടുണ്ടാ? ഇല്ല. ആ അപ്പം അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാനാല കല്യാണം യോഹന്നാൻ 2:1 തൊട്ടുള്ള വാക്യങ്ങളിൽ കാനാല കല്യാണത്തിൽ വിരുന്ന് നടക്കുക. ആ വിരുന്നിൽ അവർ വീതി തീർന്നു പോയി. യേശുവും
യേശു ശിഷ്യന്മാർ അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ മറിയം വന്ന് പറഞ്ഞു ഈശോയോട്, മകനെ അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയായിട്ടില്ല. അപ്പം മറിയം പരിചാരകരോട് ചെന്നിട്ട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതനുസരിക്കാൻ. ഈശോ പരിചാരകരോട് പറഞ്ഞു, അവിടെ യഹൂദരുടെ ശുദ്ധീകരണത്തിൽ കാല് കഴുകണ വെള്ളം നിറച്ച് വെച്ചായിരുന്നു ഭരണി കാര്യമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു 6 അതിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, നിറച്ചു. വിളമ്പാൻ പറഞ്ഞു, വിളമ്പി. അവ വീഞ്ഞായി മാറി. അല്ലേ? ആ വെള്ളം ആശീർവദിച്ചിട്ടില്ല, എന്നിട്ടാണ് അത് വീഞ്ഞായതെന്ന് ആലോചിക്കണം. വെള്ളം ആശീർവദിക്കാതെയാണ് വീഞ്ഞായത്. ആ വീഞ്ഞായി മാറിയ വെള്ളം അവർ രുചിച്ച് നോക്കി. അപ്പോൾ അത് കൊള്ളാമല്ലോ, വീഞ്ഞായി അടിപൊളി സൂപ്പർ സാധനം, നല്ലത് ഇപ്പോഴാണ് കൊടുക്കണേ, ഇതുവരെ ലോടക്ക സാധനങ്ങൾ കൊടുത്തിട്ട് ഇപ്പോഴാണ് നല്ലത് കൊടുക്കണേ എന്നാണ് പറഞ്ഞത്. കാനായിലെ കല്യാണത്തിന് യേശു തൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് ആദ്യമായി പ്രവർത്തിച്ച അടയാളമാണ് അത്. യേശു തൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, യേശുവിൻ്റെ നാമം ആരുടെ നാമ? യേശുവിന് ആ പേര് അവിടെ നിന്ന് കിട്ടിയേ. എന്നെ വിശ്വസിക്കുന്നവൻ എന്നല്ല, എന്നെ അയച്ച പിതാവിനെയാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെയല്ല, എൻ്റെ പിതാവിനെയാണ് കാണുന്നത്. എന്നെ അനുസരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവൻ്റെ വചനാണ് അനുസരിക്കുന്നത്. ഇത് ഈശോ എപ്പോഴെപ്പോഴും പറയും. അപ്പം എൻ്റെ നാമം എന്ന് പറയുന്നത് ആ നാമം ആരുടെയാണ്? എൻ്റെ നാമം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. അതിൽ പറയുന്നത് ഈശോ പിതാവിനോട് പറയാണ്, പിതാവേ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ, ഇവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പേരെന്തെന്നാ? യേശു എന്നാണ്. കാരണം അവന് യേശു എന്ന് പേരിടുക എന്നല്ലേ ദൂതം വന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശു എന്ന പേരിട്ടത്. അപ്പം യേശു എന്ന പേരിട ആരുടെ പേരാ? യേശു എന്ന പേര് ആരുടെ പേരാണ്? അതാണ് യേശു പറയുന്നത്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമം കണ്ടോ. അപ്പം അവിടുത്തെ നാമമാണ് എനിക്കുള്ളത്. അപ്പം യേശു തൻ്റെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് ആദ്യമായി പ്രവർത്തിച്ച അടയാളമാണത്. യേശു ആരുടെ നാമം മഹത്വപ്പെടാനാണ് അവിടെ പ്രവർത്തിച്ചത്? നമ്മളെല്ലാവരും വിചാരിച്ചു യേശുവിൻ്റെ നാമം മഹത്വപ്പെടാനാണ്, അല്ലേ? അല്ല, പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ. സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്, എൻ്റെ സമയം ഇനിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്ത്രീയെ ഏത് വിളിച്ചു? അന്ന് ഏതൻ തോട്ടത്തിൽ വെച്ചിട്ട് സർപ്പം നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉണ്ടാക്കും, ഉളവാക്കും. നിന്റെ സന്തതി സ്ത്രീയുടെ സന്തതി തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? നീയും സ്ത്രീയും തമ്മിൽ സർപ്പത്തിനോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ സ്ത്രീ ആരാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ സ്വമേധയും ഒന്നും പറഞ്ഞില്ല, എൻ്റെ പിതാവ് പറയുന്നതല്ലാതെ ഞാൻ ഒന്നും പറയണമെന്ന് ഈശോ പറഞ്ഞു. കാനായിലെ കല്യാണത്തിന് സ്ത്രീയെ എന്ന് വിളിച്ചു. ഉൽപ്പത്തിയിൽ സ്ത്രീയെ എന്ന്, ആ സ്ത്രീ ദൈവം പറഞ്ഞ ആ സ്ത്രീ ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പണ്ട് പ്രവാചകന്മാർ വഴിയൊക്കെ സംസാരിച്ചു, എന്നാൽ ഇന്ന് തൻ്റെ പുത്രൻ വഴിയായിട്ട് പിതാവ് സംസാരിക്കണം, യഹോവ സംസാരിക്കുകയാണ്. അപ്പം ആ സ്ത്രീ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സമയം ഇനിയായിട്ടില്ല, നിനക്കും എനിക്കെന്ത്, എൻ്റെ സമയമായിട്ടില്ല. നിനക്കും എനിക്കും എന്ത്, നിനക്കും എനിക്കെന്തോ, ഞാനും തമ്മിൽ നീ തമ്മിൽ എന്താ ബന്ധം എന്നല്ല, നീയും എനിക്ക് നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞേൽപ്പിച്ചുള്ളത്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തലാണ് നമ്മുടെ കാര്യം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് നമ്മുടെ കാര്യം. ഇത് മറിയത്തിന് മനസ്സിലായി. എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? തൻ്റെ പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ തൻ്റെ പുത്രനെ കാണണം, അവനിൽ വിശ്വസിക്കണം, ആ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇടപെട്ടു. ആ നിത്യജീവൻ കിട്ടുക എങ്ങനെയാണ്? ആ നിത്യജീവൻ കിട്ടാനുള്ള വഴിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് മറിയം. നിത്യജീവൻ യേശുവാണെങ്കിൽ ആ യേശുവിലേക്കുള്ള ചൂണ്ടുപലകയാണ്, ഏരോ ബോർഡാണ് മറിയം. കാരണം മകനെ അവർക്ക് ജീവനില്ല എന്നാണ്, മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല, അതിൻ്റെ പൊരുള്. കാരണം തൻ്റെ പുത്രനെ കാണണം, അവനിൽ വിശ്വസിക്കണം, അവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടം എന്നാലോചിക്കുക, കർത്താവ് പറഞ്ഞിട്ടില്ലേ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അപ്പം പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ്? യോഹന്നാൻ 6:40, തൻ്റെ പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടം നിറവേറ്റിയാണ് അങ്ങനെ അവർക്ക് ജീവനില്ല എന്നാണ് മാതാവ് പറഞ്ഞത്. അത് പറഞ്ഞു തരാം.
ജീവനില്ല എന്ന് തന്നെയാണോ പറഞ്ഞതെന്ന്. മറിയം അവരോട് ചെന്ന് പറഞ്ഞു, അവ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുക. യേശുവിനെ അനുസരിക്കാൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ആരാ? ആദ്യം മറിയം, പരിശുദ്ധ അമ്മ. അപ്പോൾ അവൻ മരുന്നനുസരിച്ചു. അല്ല, അനുസരിച്ചാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അവർ വെള്ളം കോരി നിറച്ചു. വെള്ളം ആശീർവദിച്ചിട്ടില്ല കാനായിൽ വെച്ചിട്ട്, ഒന്ന് മനസ്സിലാക്കണം. അവർ വിളമ്പാൻ പറഞ്ഞു, വിളമ്പി അവിടെ ഞാൻ ഒന്ന് ആശീർവദിക്കട്ടെ. ഞാൻ മറന്നു, തിരക്കിൻ്റെ ഇടയിൽ മറന്നു, ഒന്ന് ആശീർവദിച്ചിട്ട് കൊണ്ട് ആവാം, അതൊന്നും പറഞ്ഞില്ല. വെള്ളം കോരി നിറക്കാൻ പറഞ്ഞു, നിറച്ചു. വിളമ്പാൻ പറഞ്ഞു, വിളമ്പിയ. പിന്നീടാണ് അവർ അത് കാണുന്നത്, അത്ഭുതം കാണുന്നത്. യേശു തൻ്റെ നാമം പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യമായി പ്രവർത്തിച്ച അടയാളമാണ് അത്. ഹല്ലേലൂയ. എന്നിട്ടോ ഈ സമയമായിട്ടില്ല, അതും കൂടി പറയാണ്ട് എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും പറയും, എല്ലാവരും നമ്മൾ ഇതേവരെ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ എന്നോട് മാതാവ് പറഞ്ഞത്, മറ്റുള്ളവർ എങ്ങനെ പറഞ്ഞത് നീ അങ്ങനെ പറയരുത്, ഞാൻ പറഞ്ഞു തരാം നിനക്ക്, നീ എങ്ങനെ പറയേണ്ടതെന്ന്. അതേ നീ പറയാവൂ, അത് നീ ഒന്നും കൂട്ടും വേണ്ട കുറച്ചും വേണ്ട, ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞാൽ മതി. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. കാരണം എനിക്ക് നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പം എൻ്റെ സമയം, ആ സമയത്തിന് വേണ്ടിയിട്ടാണ്. ഏതാണ് ആ സമയം? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 7 തൊട്ട് അങ്ങോട്ട് വായിച്ച് പോകുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ തിരുനാളിന് പോണില്ല. അതെന്താ? ഞാൻ തിരുനാളിന് പോണില്ല, എന്താ പാചകം അടി എൻ്റെ സമയം ഇനി ആയിട്ടില്ല. കാനായിലെ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കേണ്ട സമയം ആയിട്ടില്ല. എന്നാലും അമ്മ പറഞ്ഞ കാരണോണ്ട് വീഞ്ഞുണ്ടാക്കി നമ്മളൊക്കെ പറയണത്. അമ്മ പറഞ്ഞ വീഞ്ഞ് അതല്ല, അമ്മ പറഞ്ഞ വീഞ്ഞ് അതല്ല, അമ്മ ചോദിച്ചത് അതല്ല. കാനായിലെ കല്യാണത്തിന് ആ കല്യാണ വീട്ടിലെ വീഞ്ഞല്ല അമ്മ ചോദിച്ചത്. കാനായിലെ കല്യാണത്തിന് കല്യാണ വീഞ്ഞ്, ആ കല്യാണത്തിന് കല്യാണ സാധാരണ സദ്യയിൽ നമ്മളെ വീഞ്ഞും ബ്രാൻഡിയും അതൊക്കെ കൊടുക്കില്ല, അതല്ല അമ്മ ചോദിച്ചത്. പായസം കൊടുക്കില്ലേ, അതല്ല അമ്മ ചോദിച്ചത്. അതൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ 1:15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. ആണോ? നിർഭാഗ്യരാണ്. യേശുവിൽ പ്രത്യാശ വെച്ചത് ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നിർഭാഗ്യരാണ്. അമ്മ ഈ ജീവിതത്തിന് വേണ്ടിയിട്ടാണോ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചത്? അത് നിത്യജീവന് വേണ്ടിയിട്ടോ? അമ്മ ഭാഗ്യവതിയാണോ നിർഭാഗ്യവതിയാണോ? അമ്മ ഭാഗ്യവതിയാണെങ്കിൽ, നിർഭാഗ്യവതിയാണെങ്കിൽ ശരിയാ, കാനായിലെ കല്യാണം വീഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ചോദിച്ചത്. പക്ഷേ അത് നിർഭാഗ്യവതിയാണെങ്കിൽ. എന്നാൽ ഭാഗ്യവതിയാണെങ്കിൽ അമ്മ ചോദിച്ച പ്രത്യാശ വെച്ചത് എന്താണ്? നിത്യജീവൻ്റെ വീഞ്ഞാണ് അമ്മ ചോദിച്ചത്. അത് കൊടുക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് മകന് മാത്രമേ കഴിക്കുള്ളൂ, നമുക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലിരിക്കുക, ജീവിത വ്യഗ്രതയിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലായില്ല. അപ്പം അമ്മ പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന്. അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്ത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31:26. അവൾ വാ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ, ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. എന്താണ് ഉപദേശം? മകനെ അവർക്ക് ജീവനില്ല, അവർക്ക് വീഞ്ഞില്ല എന്നതിൻ്റെ പൊരുളാണ് അവർക്ക് ജീവനില്ല എന്ന്. അതുകൊണ്ടാണ് ആ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം മറിയത്തിൻ്റെ വായ തുറന്നപ്പോൾ വന്നത് ജ്ഞാനമാണ്, വേറെ വാക്കല്ല. ഈ വീഞ്ഞ് എന്നതിൻ്റെ ജ്ഞാനമാണ് ജീവൻ എന്നത്. അത് ഈശോയ്ക്ക് അറിയുന്നത് കൊണ്ടാണ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞത്. എന്താ അവൾ വാ തുറന്നങ്ങനെ ജ്ഞാനം ഇങ്ങനെ ഒഴുകുക? അതെ, അവൾ വാ തുറന്ന ജ്ഞാനം തന്നെ ഒഴുകണേ. കാരണം യോഹന്നാന്റെ ജ്ഞാനാസ്നാനം എവിടുന്ന്? ആരും മറുപടി പറഞ്ഞില്ല. സത്യത്തിൽ എവിടെ നടന്നു? എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ, മറിയത്തിൻ്റെ അഭിവാദന സ്വരം വഴി പരിശുദ്ധാത്മാവ് നിറയാൻ തക്ക വിധം മറിയത്തിൽ എന്തുണ്ടായിരുന്നു? അങ്ങനെ സ്നാപക യോഹന്നാന്റെ ജ്ഞാനാസനം മറിയത്തിൻ്റെ അഭിവാദന സ്വരം വഴി എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് കഴിഞ്ഞു. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ജ്ഞാനാസനം കഴിഞ്ഞിട്ട് ഏറ്റപ്പോഴല്ലേ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞത്. അതുപോലെ മറിയത്തിൻ്റെ അഭിവാദന സ്വരം വഴി പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സ്നാപകൻ്റെ ജ്ഞാനസ്നാനം അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ശിശു കുതിച്ച് തുള്ളിയത്, പരിശുദ്ധാത്മാവിനെ കിട്ടി. അല്ലേലു. അപ്പം മറിയത്തിൻ്റെ അഭിവാദന സ്വരത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള പവർ മറിയത്തിലുണ്ട്. അല്ലേലു. ദൈവം അത് സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേലെ ആര് കുറ്റം ആരോപിക്കും? ഇവൻ തന്നെ, പിശാച് തന്നെ. അതുകൊണ്ട് വേറെ ആരും ആരോപിക്കില്ല. പിശാചിൻ്റെ ദൂതന്മാരും ആരോപിക്കും, അവരുടെ പിന്നണികളും അവരുടെ പിൻഗാമികളും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലേലൂയ. അപ്പോൾ മറിയം പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്, അവർക്ക് ജീവനില്ലാന്ന്. അപ്പോൾ എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ
ഏഴാം അധ്യായത്തിൽ 7 തൊട്ട് വായിക്കുമ്പോൾ പറഞ്ഞു ഞാൻ തിരുനാളിന് പോണില്ല, എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന്. അപ്പോൾ അന്ന് തിരുനാളിന് പോണില്ല എന്ന് പറഞ്ഞത് കാനാലിൽ വെച്ചിട്ട് വീഞ്ഞുണ്ടാക്കേണ്ട സമയമായിട്ടില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഈ തിരുനാളിന് പോണത് അവിടെ പെരുന്നാൾ പറമ്പിൽ സർബത്തുണ്ടാക്കാനാണോ? അതിൻ്റെ സമയമായിട്ടില്ല എന്നാണോ പറഞ്ഞത്? ഇനി 30ാമത്തെ വാക്യത്തിൽ അവരവിടെ വെച്ച് അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആർക്കും യോഹന്നാൻ 7:30 തൊട്ട് വായിക്കുമ്പോൾ പറയാം, അവിടെ വെച്ച് അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ ആർക്കും അതിന് കഴിഞ്ഞില്ല. എന്തെന്നാൽ അവൻ്റെ സമയം ഇനി ആയിട്ടില്ല, അവൻ്റെ സമയം ഇനി ആയിട്ട് നടത്തില്ല. അപ്പം അവൻ്റെ സമയം ആവാത്തതുകൊണ്ടാണ് അവനെ ബന്ധിക്കാൻ കഴിയാത്തത്. അപ്പം അവിടെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 13:1 ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകേണ്ട സമയമായി എന്ന് അവൻ പെസഹാ തിരുനാളിന് മുമ്പേ അറിഞ്ഞു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകേണ്ട സമയം ആയി എന്ന് അവൻ പെസഹാ തിരുനാളിന് മുമ്പേ അറിഞ്ഞു. മാർക്കോസ് 14:41 അവൻ 3ാമത് വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ അവരുറങ്ങുമായിരുന്നു. അപ്പോൾ പറയും, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നത് എന്ത്? മതി, സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. മതി, സമയമായിരിക്കുന്നു. അത് വരയ്ക്കും സമയമായിട്ടില്ല അത് പറഞ്ഞു വന്നിട്ട് ഇപ്പം സമയമായിരിക്കുന്നു എന്നിട്ടാണ് പറയണേ. ലൂക്ക 22:14 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ അറിയാം. ലൂക്ക 22:14 തൊട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ സമയമായപ്പോൾ അവൻ അത്താഴത്തിലിരുന്നു. സമയമായപ്പോൾ, അതുവരെയ്ക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം സമയമായപ്പോൾ എന്നാ തിരുവഴുത്ത് പറഞ്ഞേ. സമയമായപ്പോൾ അവൻ അത്താഴത്തിരുന്നു. അവനോടൊപ്പം അപ്പസ്തോലന്മാരിരുന്നു, ശിഷ്യന്മാരിരുന്നു. അത്താഴ സമയത്ത് അപ്പം എടുത്ത് ആശീർവദിച്ച് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുത്തു. അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തിട്ട് പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തം എന്ന് പറഞ്ഞു കൊടുത്തു. ഒന്നല്ലോ ചോദിക്കേ, പുതിയ ഉടമ്പടിയിൽ എന്തെന്ന് പറഞ്ഞു കൊടുത്ത്? അപ്പം എടുത്തിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു തന്നത് എൻ്റെ രക്തം എന്ന്. ഈ രക്തം, യേശുവിൻ്റെ രക്തം അവൻ്റെ ജീവനല്ലേ? അത് പാനം ചെയ്യുമ്പോഴല്ലേ നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്. അപ്പം അമ്മ ചോദിച്ച വീഞ്ഞ് ഏതാ? അമ്മ ഈശോയോട് ചോദിച്ചു തന്ന മകനെ അവർക്ക് ജീവനില്ല എന്ന് പറഞ്ഞേ. ആ ജീവൻ കിട്ടണമെങ്കിൽ തൻ്റെ മകൻ്റെ രക്തം ചിന്തണം. തൻ്റെ മകൻ്റെ രക്തം വേണം അവർക്ക് കൊടുക്കേണ്ടത്. ആ വീഞ്ഞ് കൊടുക്കാനാണ് അമ്മ പറഞ്ഞത്. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല. നമ്മൾ ഈ ലോക ജീവിതത്തിൻ്റെ വീഞ്ഞിന് വേണ്ടിയിട്ട് ദാഹിച്ചു. ഈശോയ്ക്ക് അതല്ല ദാഹം ഉണ്ടായിരുന്നത്. ആ വീഞ്ഞ് കുടിച്ചാൽ വീണ്ടും നമുക്ക് ദാഹിക്കും. സമരകർത്തിയോട് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്നത് കുടിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും വേറെ വെള്ളം കോരി കുടിക്കേണ്ടി വരില്ല. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ എൻ്റെ ജ്ഞാനത്തിൻ്റെ പൊരുള്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുള് അവർക്ക് ജീവനില്ല എന്നാ. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയമായപ്പോൾ അതെടുത്തു. സമയമായപ്പോഴാണ് ആ താഴ്ത്തിരുന്നത്. ഹാനാല് കല്യാണത്തിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ സമയമായപ്പോൾ എന്നാ പറയണേ. അപ്പം അന്ന് പറഞ്ഞത് ഏതാണ് ആ സമയം? നമ്മളൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് സമയം വീഞ്ഞുണ്ടാക്കിയിട്ട് സമയമായിട്ടില്ല, എന്നാലും അമ്മ പറഞ്ഞത് അനുകൊണ്ട് വീഞ്ഞുണ്ടാക്കി കൊടുത്തു. ഇത് പറഞ്ഞ് നമ്മൾ യുക്തിക്കുക. അമ്മ പറഞ്ഞത് നിത്യജീവിൻ്റെ വീഞ്ഞാ. അല്ലെങ്കിൽ കള്ളുടിയന്മാർക്ക് ബീവറേജിന് മുമ്പിൽ ക്യൂ നിന്നിട്ട് കുടിക്കേണ്ട വീഞ്ഞല്ല. അമ്മ പറഞ്ഞ് വീഞ്ഞ് കിട്ടണമെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ക്യൂ നിൽക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതാണ് അമ്മ പറഞ്ഞ വീഞ്ഞ്. ആ വീഞ്ഞിൻ്റെ സമയമായിട്ടില്ലെന്ന് അന്ന് പറഞ്ഞത്. സമയമായപ്പോൾ അതെടുത്ത് കൊടുത്തു. പാപമോചനം രക്ഷ പ്രാപിക്കും, നിത്യം ജീവിക്കും ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തത്. പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. ഈ പാനപാത്രത്തിൽ എന്താ പറഞ്ഞേ? പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. അപ്പോൾ കാസായിലിരുന്നായിരുന്ന വീഞ്ഞ് എന്തിട്ടായിരുന്നു? യേശുവിൻ്റെ രക്തമായി മാറിയപ്പോൾ അല്ലേ? അപ്പം അമ്മ പറഞ്ഞ വീഞ്ഞ് എന്തായി? വെള്ളം അവിടെ വീഞ്ഞായി എങ്കിൽ ഇവിടെ വീഞ്ഞ് രക്തമായി. അപ്പം അമ്മ പറഞ്ഞ വീഞ്ഞിന് വേണ്ടി വെള്ളം വീഞ്ഞാക്കി, വീഞ്ഞായി മാറി. വീഞ്ഞാക്കി എന്നല്ല, വീഞ്ഞായി മാറി. പിന്നെ അപ്പോൾ അന്ന് ആശീർവദിക്കാതെ തന്നെ അതായി. അപ്പം ഇത് ആശീർവദിച്ചപ്പോൾ എന്തായി? ആ വീഞ്ഞ് രക്തമായി. അതാണ് അമ്മ ചോദിച്ചത്, ആ വീഞ്ഞ്. ഇനി അപ്പോൾ ബാറ് ഓപ്പൺ ചെയ്തു, അതുകൊണ്ട് എല്ലാവർക്കും കുടിക്കാമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടില്ല. ആ വചനം തന്നെ സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയേ ഈശോ പറയണത്. ഇനി ദൈവരാജ്യത്തിൽ നാവമായി പാനം ചെയ്തത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യില്ല എന്ന് അവിടെ വെച്ചിട്ട് ബാർ അടച്ച് പൂട്ടിയാൽ. ഇതാരും സാധാരണ പറയില്ല. ബാർ ഓപ്പൺ ആക്കിയത് എല്ലാവർക്കും അറിയാം, പക്ഷെ ബാർ അടച്ചു പൂട്ടിയില്ലേ ഈശോ? ആ ബാർ അടച്ചു പൂട്ടിയതാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാണ്ട് ഇതേ കാനാലി വെച്ചിട്ട് വീഞ്ഞുണ്ടാക്കി കൊടുത്തു, തള്ളയും മോനും കൂടി ബാർ ഓപ്പൺ ചെയ്ത് കൊടുത്തു, പിന്നെ ശകലം കുടിക്കണോണ്ട് ഇപ്പം എന്താ? അതെന്താ കാരണം? മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുമായി വന്ന് ഇടപെടണമേ. ഈശോ ഇടപെടുന്നിടത്തൊക്കെ അമ്മയുണ്ട്, അമ്മ വരുന്നിടത്തൊക്കെ ഈശോ ഉണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമാണ്.
പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂടെ എപ്പോഴുമുള്ള ആ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. എനിക്കത് ബോധ്യമുണ്ട്. ഈ ബോധ്യം മറ്റുള്ളവർക്കും കൂടി ഉണ്ടാവട്ടെ. എനിക്ക് ബോധം കുറഞ്ഞാലും തമ്പുരാൻ സുബോധം തന്നു, അറിവ് കുറഞ്ഞാലും തമ്പുരാൻ തിരിച്ചറിവ് തന്നു, എനിക്ക് കാഴ്ച കുറഞ്ഞാലും എനിക്ക് ഉൾക്കാഴ്ച തന്നു. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ മറ്റെന്തോ ആവട്ടെ, ഏത് തന്നെ ആയാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഷ്ടത്തോടൊപ്പം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പാട്ടുണ്ട്, ഈ ഭൂമിയിൽ എൻ്റെ ഈ ദുഃഖത്തിൽ എന്നും ഞാനേകനല്ല, തിരമാല പോലെ ക്ലേശങ്ങളെങ്കിലും കൂടെ എന്നേശുവുണ്ട്. തിരമാല പോലെ ക്ലേശങ്ങളെങ്കിലും കൂടെ എന്നേശുവുണ്ട്. കണ്ണീരെല്ലാം കാണുന്ന ദൈവമല്ലേ, കൺമണി പോലെ കാക്കുന്ന ദൈവമല്ലേ, കരയുന്നവൻ്റെ കരളിൻ്റെ ഉള്ളം കാണുന്ന ദൈവമല്ലേ, എന്നും കാക്കുന്ന ദൈവമല്ലേ. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക, എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കുകയുമരുത്. ആണ് വിജ്ഞാനവും ഉൾക്കാഴ്ചയും. അതുകൊണ്ട് എൻ്റെ കാഴ്ചയൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, ഉൾക്കാഴ്ചയാണ് പ്രാധാന്യം. കർത്താവ് വചനത്തിൻ്റെ ഉൾക്കാഴ്ച തരാനും പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. ഈശോ പറയാതെ പരിശുദ്ധ അമ്മ അങ്ങനെ തരില്ല. അതുകൊണ്ട് ഈശോയ്ക്ക് മഹത്വം. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ചത് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കാണ് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ.